ഇപ്പം നമ്മളെയൊക്കെ ന്യൂസിൽ കേൾക്കുന്ന ഒരു കാര്യമാണ് ഏകദേശം 23 ലക്ഷത്തോളം അല്ലെങ്കിൽ 28 ലക്ഷത്തോളം പിള്ളേർ എഴുതിയ ഒരു എക്സാമാണ്. 10ാം ദിവസം ആ ഒരു എക്സാം ക്യാൻസൽ ചെയ്യുന്നു എന്നുള്ള ന്യൂസാണ് നമ്മൾ കേട്ടത് അല്ലേ. അപ്പം അതുപോലെ ലക്ഷക്കിന് എഴുതുന്ന എക്സാമുകൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. ആൻഡ് ഞാൻ ഈ ഒരു വീഡിയോ എഴുതാൻ പോകുമ്പോൾ സെക്യൂരിറ്റി ഉണ്ട്. നമുക്കിവിടെ എത്തേണ്ടി വരും, നമുക്ക് ആ ഒരു എക്സാം സെൻറ്ററിൽ എത്തേണ്ടി വരും. എക്സാം സെൻറ്ററിൽ എത്തേണ്ടി വരും. എല്ലാத்தைയും പറയുന്ന പോലെ തന്നെ എന്താ പറയുക, ഇലക്ട്രോണിക് ഡിവൈസസ് യൂസ് അല്ല. പിന്നെ എന്താ പറയുക, ഹോൾ ടിക്കറ്റ് ഇപ്പം എന്താ പറയുക, നമ്മൾ പല കാര്യങ്ങൾ നമുക്കിപ്പം PDF ആയിട്ട് ഹോൾ ടിക്കറ്റ് കിട്ടുമെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് വേണമെന്ന് പറയാറുണ്ട്. പിന്നെ എന്താ പറയുക, ആധാർ വേണം. അപ്പം ഇങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. സോ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ത്യയിൽ നടത്തുന്ന എക്സാമിന് ഇത്രമാത്രം സെക്യൂരിറ്റി ഉള്ളത്? അതായത് ഇപ്പോൾ ഞാൻ CUET എക്സാം എഴുതാൻ പോയ സമയത്ത് സെൻട്രൽ എക്സാം ഹോളിൽ അത് ലാബാണ്. ആ ലാബിൽ കയറാൻ നേരത്ത് ഒരു സിസ്റ്റത്തിൽ കയറി എൻ്റെ ബയോമെട്രിക്സ് വെരിഫൈഡ് ആയില്ല. ആൻഡ് എന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് വേറെ സിസ്റ്റത്തിലാണ് ബയോമെട്രിക്സ് കൊടുത്ത് വെരിഫൈ ആയി എനിക്ക് ഒരു സിസ്റ്റം കിട്ടിയത്. സോ എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ത്യയിൽ ഇത്ര സെക്യൂരിറ്റി വെച്ചിരിക്കുന്നത്? അതിൽ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഹൈ കോമ്പറ്റീഷനാണ്. അതായത് ഞാൻ നേരത്തെ കണക്ക് പറഞ്ഞു, ഏകദേശം 22 ലക്ഷത്തോളം പിള്ളേർ എഴുതിയ ഒരു എക്സാമാണ് ഈ കഴിഞ്ഞ നീറ്റ് എക്സാം. നീറ്റല്ല, അതുപോലെ തന്നെ JEE എക്സാമും ഉണ്ട്, ഇപ്പം CUET ഉണ്ട്. അതുപോലെ എന്താ പറയുക, IIT കയറാനുണ്ട്. അല്ലാണ്ട് പല കോളേജസിനും പല രീതിയിലുള്ള എൻട്രൻസ് ടെസ്റ്റും ഉണ്ട്. സോ ഇവിടെ അപ്പം എന്താ പറയുക, അപ്പം അവിടെ പക്ഷേ എന്തോ ഇപ്പം ഒരു യൂണിവേഴ്സിറ്റിയിൽ 1000 സീറ്റുകളേ ഉള്ളൂ. പക്ഷേ ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ കയറാൻ വേണ്ടി എഴുതുന്ന പിള്ളേരുടെ എണ്ണം എന്ന് പറയുന്നത് 1 ലക്ഷമാണെങ്കിൽ എന്ത് ചെയ്യും? ഈ ആദ്യത്തെ 1000 പേർക്ക് മാത്രമേ എന്താ പറയുക, ആ ഒരു സീറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പം അവിടെ അതായത് 1000 സീറ്റുള്ള സ്ഥലം 1000 സീറ്റേ ഉള്ളൂ. പക്ഷെ അവിടെ എഴുതുന്നത് 1 ലക്ഷം പിള്ളേരാണ് ആ ഒരു സീറ്റിന് വേണ്ടി എക്സാം എഴുതുന്നത്, എൻട്രൻസ് എഴുതുന്നത്. അവിടെ ഹൈ കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് എന്താണ് അവിടെ സെക്യൂരിറ്റി ആണ്. അപ്പം അവിടെ ഹൈ കോമ്പറ്റീഷനാണ്. അപ്പോൾ അവിടെ പല രീതിയിലുള്ള കള്ളത്തരം കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് പ്രിവെൻറ്റിങ് ചീറ്റിങ്. അതായത് നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ, ഇപ്പം ഫസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു ഹൈ കോമ്പറ്റീഷൻ. അതായത് 1000 സീറ്റേ ഉള്ളൂ. പക്ഷെ അവിടെ എഴുതുന്ന 1 ലക്ഷം പേരാണ്. അപ്പോൾ ആ 1 ലക്ഷം പേരിൽ പല ആളുകളും എന്ത് ചെയ്യും, എക്സാമിന് ചീറ്റിങ് ചെയ്യാൻ നോക്കും അല്ലേ. ചീറ്റിങ് ചെയ്യാൻ നോക്കും. നമുക്കത് ഇവിടെ ഈ റീസെൻറ്റ് ഇയേഴ്സ് എല്ലാം എടുത്ത് നോക്കി പല രീതിയിലായിട്ടുള്ള കോപ്പി അടിയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. സോ എന്താ പറയുക, ഒരു കാര്യം ഓർത്ത് വയ്ക്കുക, ഇവിടെ നമ്മളെ ഇന്ത്യയിൽ നടത്തുന്ന എക്സാം ഇത്ര സ്ട്രിക്റ്റായിട്ടും ഇത്ര സെക്യൂരിറ്റിയോടെ നടത്തുന്നത് എല്ലാവർക്കും ഒരു ഫെയർ ചാൻസ് കിട്ടാനാണ്. അതായത് ഈ എഴുതുന്ന 1 ലക്ഷം പേരിൽ 65,000 പേര് പഠിച്ചെഴുതും, നല്ല രീതിയിൽ മാസങ്ങളോട് കഷ്ടപ്പെട്ട് പഠിച്ചെഴുതുമ്പോൾ അതേ സമയത്ത് ബാക്കി 40,000 പേര് കള്ളത്തരത്തിലൂടെ അവർ ആ 1000 സീറ്റ് കണ്ടുപിടിച്ചാൽ അവിടെ ഫെയർ ആണോ അൺഫെയർ ആണോ? അവിടെ അൺഫെയർ തന്നെയാണ്. സോ ഇത്ര സ്ട്രിക്റ്റായിട്ടും ഇത്ര സെക്യൂരിറ്റി ചെക്ക് ഒരു എക്സാമിന് വെക്കുന്നത് എന്താ പറയുക, ഫെയർ ആയിട്ട് നടത്താൻ തന്നെയാണ്. അപ്പം അപ്പം സെക്കൻഡ് പോയിന്റ്, അപ്പം ചീറ്റിങ്, അതായത് പല രീതിയിൽ ചീറ്റ് ചെയ്യും അല്ലേ. ബിറ്റ് എഴുതും. ഇപ്പം ബിറ്റെല്ലാം ഒരു കാര്യമാണ്. മറ്റേ ഉപ്പെല്ലാം ആകുമ്പോൾ എന്താ പറയുക, ചെവിക്കകത്ത് ഇയർഫോൺ വെച്ച് വേറൊരാൾക്ക് ബട്ടൺസിൽ ക്യാമറ വെച്ച് വേറൊരാൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ്. അപ്പം അവിടെ അത് പേയ്മെൻറ്റ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂന്നാമത്തെ എന്ന് പറയുന്നത് ഫെയർനെസ് ഫോർ ഓൾ സ്റ്റുഡൻസ്. ഞാൻ നേരത്തെ സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞൊരു കാര്യമാണ്. അതായത് 60,000 പേര് മാസങ്ങളോളം കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പഠിച്ച്
അവർ ആ ഒരു 1000 സീറ്റിൽ കയറാൻ നോക്കുമ്പോൾ അതേ സമയത്ത് തന്നെ ബാക്കി 40,000 പേര് സുഖമായിട്ട് കള്ളത്തരം രീതിയിൽ ആ ഒരു റാങ്കിൽ കയറി പറ്റിയാൽ അവിടെ എന്ന് പറയുന്നത് ഫെയർ ഇല്ല അല്ലേ, അവിടെ ദേ വിൽ ബി അൺഫെയർ. ആൻഡ് അടുത്തതെന്ന് പറഞ്ഞാൽ 4ാമത്തെ റീസൺ എന്ന് പറയുന്നത് മെറിറ്റ് ബേസ്ഡ് സെലക്ഷനാണ്. അത് നമുക്കറിയാം. ഇപ്പം എന്താ പറയുക, അപ്പം 1000 സീറ്റേ ഉള്ളൂ. അതിൽ ആദ്യത്തെ 50 റാങ്ക് വരുന്ന പിള്ളേർക്ക് എന്താ പറയുക, കോളേജ് എന്താ പറയുക, ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇത് കാണും. ഏത് അവർക്ക് മെറിറ്റാണ്. അതായത് എന്താ പറയുക, ഇപ്പം എന്താ പറയുക, ഇപ്പം കാരണം നമ്മൾ ഹയർ സ്റ്റഡീസെല്ലാം പോകുമ്പോൾ ഫീസ് എല്ലാം പറയുന്നത് ലക്ഷങ്ങളാണ്. സോ അവർക്ക് മെറിറ്റിൽ സീറ്റ് കിട്ടിയാൽ അവർക്ക് എന്താ പറയുക, അപ്പോഴത്തേക്കും പൈസ അവർക്ക് കുറഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അവിടെ ആ ഒരു മെറിറ്റ് ബേസ്ഡ് സെലക്ഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ് ഇത് സ്ട്രിക്റ്റായിട്ടും സെക്യൂരിറ്റിയും വെച്ചിരിക്കുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് 5ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ലിമിറ്റഡ് സീറ്റ് ആണ്. അതായത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് തന്നെ 1000 സീറ്റേ ഉള്ളൂ, പക്ഷേ എഴുതുന്നത് 1,00,000 പേരാണ്. അപ്പം ആ 1,00,000 പേരിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന 1000 പേരെ മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കി പേരെ എന്താ പറയുക, ബാക്കി പേർക്ക് സീറ്റ് കൊടുക്കണം. അവിടെ സീറ്റുണ്ടോ? ഇല്ല അല്ലേ. അപ്പം അവിടെ ലിമിറ്റഡ് സീറ്റ്സാണ്. സോ അവിടെ അങ്ങനത്തെ ലിമിറ്റഡ് സീറ്റ്സ് ഉള്ളത് കൊണ്ടാണ് എന്താ പറയുക, ഇത്ര നല്ല രീതിയിൽ നല്ല സ്ട്രിക്റ്റ് ആകണം. ആ ഒരു സീറ്റിനെ ആ ഒരു സീറ്റ് ഫോക്കസ് ചെയ്യുന്ന ആൾ എന്ത് ചെയ്യും, ആ ഒരു 1000 സീറ്റിൽ ഏതെങ്കിലും ഒരു സീറ്റ് എങ്ങനെയെങ്കിലും പിടിച്ചു കയറാൻ നോക്കും. അതുപോലെ ഇപ്പോൾ ഒരാൾ 1000 സീറ്റിൽ വരണമെന്ന് വേണം. അതുപോലെ 1,00,000 പിള്ളേർ 1000 സീറ്റിനെ ടാർഗറ്റ് ചെയ്യണം. പക്ഷേ അവിടെ സീറ്റ് എന്ന് പറയുന്നത് ലിമിറ്റഡാണ്. സോ എന്താ പറയുക, അപ്പോൾ നല്ല രീതിയിലുള്ള സെക്യൂരിറ്റിയും എക്സാം നല്ല സ്ട്രിക്റ്റായിട്ട് നടത്തിയാൽ മാത്രമേ എന്താ പറയുക ആ സീറ്റിൽ കയറാൻ പറ്റത്തുള്ളൂ. എന്നാൽ അതനുസരിച്ച് റാങ്കിൽ വന്നിട്ട് അവർക്ക് വന്ന് നല്ലൊരു പൊസിഷനിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ. അടുത്തതെന്ന് പറഞ്ഞാൽ പാസ്റ്റ് ഫോർട്ട് ആൻഡ് പേപ്പർ ലീക്കേജ് കേസസ്. അതായത് നമുക്കറിയാം, നമ്മളോട് ഹോൾ ടിക്കറ്റിനൊപ്പം തന്നെ ഇപ്പം ഞാൻ ഇപ്പോൾ CUET എക്സാം എഴുതുമ്പോൾ എന്നത്ത് പേര് ചോദിച്ചു, ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചു. ആൻഡ് ഞാൻ ആ ഹോൾ ടിക്കറ്റിൽ വന്ന ഒപ്പ് തന്നെയാണ് ഞാൻ അതിൽ ഇട്ടതെന്നും അവർ എൻഷുർ ചെയ്തിട്ടുള്ളൂ. എന്തുകൊണ്ട്? പല ആളുകളും ആൾമാറാട്ടം നടത്താറുണ്ട്. അതായത് ആൾമാറാട്ടം എന്ന് വെച്ചാൽ അറിയാമല്ലോ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അതുപോലെ തന്നെ അപ്പം അങ്ങനത്തെ ആൾമാറാട്ടം രീതിയിലുള്ള പല ഫ്രോഡ് പരിപാടികളും, അതുപോലെ തന്നെ പേപ്പർ ലീക്കേജ്. നമുക്കറിയാം, ഇപ്പം ഈ നീറ്റ് ഇപ്പം റീസെൻ്റായിട്ട് ഇപ്പം പേപ്പർ ലീക്കായി. പേപ്പർ ലീക്കാവുന്നത് ആ നടത്തുന്ന ഏജൻസീൻ്റെ കുറ്റം കൊണ്ട്, അതായത് ഗവൺമെൻറ്റിൻ്റെ കുറ്റം കൊണ്ടല്ല. അതിന് പിന്നെ വേറെ റീസൺസ് ഉണ്ട്. സോ അങ്ങനെ പേപ്പർ ലീക്കാവും. അതുകൊണ്ടാണ് ഇപ്പം പല എക്സാംസും ഓൺലൈനാണ്. അപ്പം JEE എക്സാം എല്ലാം ഓൺലൈനാണ്. അതായത് അവിടെ പോയിട്ട് നമുക്ക് കിട്ടുന്ന സിസ്റ്റത്തിൽ ക്വസ്റ്റ്യൻ വരും. എന്താ പറയുക, ചെയ്ത് നോക്കാം. എന്നിട്ട് എന്താ പറയുക, കറക്റ്റ് ടൈം ആകുമ്പോൾ തന്നെ അത് എന്താ പറയുക ഓട്ടോമാറ്റിക് സബ്മിറ്റ് ആയിക്കോളും. അപ്പം CUET എക്സാം അതുപോലെ തന്നെയാണ്. എനിക്ക് സിസ്റ്റത്തിലാണ് ക്വസ്റ്റ്യൻ വന്നത്, ഞാൻ വായിച്ച് നോക്കും അല്ലെങ്കിൽ ചെയ്ത് നോക്കും. കിട്ടുന്ന ആൻസർ ചെയ്യുമ്പോൾ അതെന്താ പറയുക കറക്റ്റ് 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അത് ഓട്ടോ സബ്മിറ്റ് ആകും. സോ അങ്ങനത്തെ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടും അങ്ങനത്തെ പല ഫ്രോഡ് പരിപാടികളും മുമ്പ് പേപ്പർ ലീക്കായിട്ടുള്ള കേസസ് ഉള്ളത് കൊണ്ടും നല്ല രീതിയിലുള്ള സെക്യൂരിറ്റിയും നല്ല രീതിയിലാണ് എക്സാംസ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ചീറ്റിംഗ് ടെക്നോളജി. ഞാൻ നേരത്തെ സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞ സെയിം കാര്യമാണ്. പണ്ടെല്ലാം ആകുമ്പോൾ എന്താ പറയുക ബിറ്റ് എഴുതും, അല്ലെങ്കിൽ എന്താ പറയുക പഠിച്ചതിൻ്റെ കോപ്പി എഴുതി കൊണ്ടുപോകും. പക്ഷെ ഇപ്പം എന്ന് പറയുന്നത് അതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ്. ആൻഡ് ഇവിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിനെക്കാളും അഡ്വാൻസ് ടെക്നോളജിയുള്ള പല രാജ്യങ്ങളും ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ. പക്ഷേ ആ രാജ്യത്തെല്ലാം എക്സാം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലത്ര സ്ട്രിക്റ്റ് അല്ല.
നമ്മളാണ് നമ്മളിപ്പം ജപ്പാനും ചൈനയും നോക്കുകയാണെങ്കിൽ നമ്മളാണ് ടെക്നോളജിയിൽ അവർ എത്രയോ പടി മുന്നിലാണ്. പക്ഷേ അവിടെ ഇതുപോലത്തെ കേസസ് എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് റെയർ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ അഡ്വാൻസ്ഡ് ടെക്നോളജി, അതായത് നമ്മൾ ടെക്നോളജിയിൽ നമ്മൾ കൂടുതൽ ഡെവലപ്പായി കൊണ്ടിരിക്കുകയാണ്. സോ അതനുസരിച്ച് ആ ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജി വെച്ച് നമുക്ക് എന്താ പറയുക, എങ്ങനെ കള്ളത്തരം കാണിക്കാം എന്നുള്ളൊരു ടെൻഡൻസി. അതുകൊണ്ടാണ് ഒരു ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഡിവൈസസും നമ്മളെ കൊണ്ടുപോകാൻ സമ്മതിക്കാത്തത്. അടുത്തതെന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റിംഗ് എക്സാം. ഞാൻ പറഞ്ഞു എന്താ പറയുക, നമ്മുടെ രാജ്യത്ത് എക്സാം നടത്തുന്നത് നമ്മുടെ മിനിസ്റ്ററി ഓഫ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ ഉള്ളതാണ്. അതായത് എല്ലാ പിള്ളേർക്കും ഫെയർ ആയിട്ടുള്ള രീതിയിലാണ് എക്സാം നടത്തുന്നത്. നേരത്തെ പറഞ്ഞ പോലെ 60,000 പേര് നല്ല രീതിയിൽ പോയിട്ട് ബാക്കി 40,000 പേര് കള്ളത്തരം രീതിയിൽ കൂടെ 1000 സീറ്റിൽ കയറിയാൽ എന്ത് ചെയ്യും അല്ലേ? അപ്പം അവിടെ ഇപ്പം നമുക്കതിപ്പോൾ റീസെൻ്റ് ആയിട്ട് എന്താ പറയുക, ഇപ്പം എല്ലാവരും ഇപ്പം നമ്മളെ സെൻട്രൽ ഗവൺമെൻറ്റിനെ എല്ലാം ടോളുമാണ്. അപ്പം അവിടെ പറ്റിയ ചെറിയൊരു മിസ്റ്റേക്ക് കാരണം അവിടെ ഇപ്പം എന്താ പറയുക, ഇപ്പോൾ റീസെൻ്റായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായെന്ന് പറഞ്ഞു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി. അവിടെ അവർക്ക് ആ ഒരു എക്സാം ചെറിയൊരു തെറ്റ് കാരണം ആദ്യം പറഞ്ഞ ഹൈ കോമ്പറ്റീഷനും ലിമിറ്റഡ് സീറ്റ്സും, അതായത് നീറ്റിനെല്ലാം ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളൂ പല കോളേജസും ഇന്ത്യയിൽ അല്ലേ. അപ്പം അവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ലീക്കായത് ഒരു ചെറിയൊരു മിസ്റ്റേക്കാണ്. ആ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് കാരണം ഈ എക്സാം എഴുതിയ എല്ലാവർക്കും അത് നഷ്ടപ്പെട്ടു അല്ലേ. അതെ, അപ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഹൈ സെക്യൂരിറ്റിയും നല്ല സ്ട്രിക്റ്റായിട്ട് എക്സാം നടത്തുന്നത്. ഇനി ലാർജ് പോപ്പുലേഷൻ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യമായ ഇന്ത്യ. ആ ഒരു രാജ്യത്ത് എന്താ പറയുക, ഓരോ എക്സാമും ഇപ്പോൾ ജെഇ ആയിക്കോട്ടെ, നീറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ CUT ആയിക്കോട്ടെ, അങ്ങനത്തെ അതുപോലത്തെ പല എക്സാംസ്, അല്ലെങ്കിൽ പല കോളേജസിലുള്ള എൻട്രൻസ് ആയിക്കോട്ടെ, ആ ഒരു കോളേജിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ 1000 സീറ്റുള്ള സ്ഥലത്ത് 1,00,000 ആളുകളാണ് എഴുതുന്നത്. സോ എന്താ പറയുക, അപ്പം ആ 1,00,000 പേർക്കും 1000 സീറ്റ് എന്താ പറയുക, ഒരാൾക്ക് ഒരു സീറ്റിൽ 5-6 പേരെ ഇരുത്തി കൊടുക്കാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് പിന്നെ എന്താ പറയുക, അങ്ങനെയാണ്. സോ ആ 1,00,000 പേരിൽ 1000 സീറ്റാണ് എല്ലാവരും പോകുക. ഈ എഴുതുന്ന 1,00,000 പേരും എങ്ങനെയെങ്കിലും 1000 സീറ്റിനകത്ത് കയറാനേ നോക്കുന്നുള്ളൂ. സോ അവിടെ തന്നെ നല്ല ഹ്യൂജ് കോമ്പറ്റീഷൻ, നല്ല രീതിയിലുള്ള പോപ്പുലേഷനുമായിട്ടുണ്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ അവസാനത്തെ പോയിൻ്റെന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ആൻഡ് കരിയർ പ്രഷറാണ്. അതായത് ഇപ്പം എന്താ പറയുക, ഇപ്പം നിങ്ങൾക്കിപ്പോൾ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകണമെങ്കിൽ JEE എക്സാം എഴുതണം, അല്ലെങ്കിൽ കേരളത്തിലാണെങ്കിൽ കീം എക്സാം എഴുതണം. അതുപോലെ തന്നെ നിങ്ങൾ ഡോക്ടർ അല്ലെങ്കിൽ എന്താ പറയുക, ഡോക്ടർ ഫീൽഡിലേക്കാണ് പോകണമെങ്കിൽ നിങ്ങൾ നീറ്റ് എക്സാം എഴുതി നല്ല രീതിയിൽ റാങ്ക് വാങ്ങിച്ചാലേ പറ്റത്തുള്ളൂ. അപ്പം അവിടെ ഒരു കരിയറുണ്ട്. അതായത് അവിടെയൊക്കെ കരിയറുണ്ട്. അതായത് അവരത് എയിം ചെയ്യുകയാണ്. അതായത് ഇപ്പം എഞ്ചിനീയറിംഗ് ആണെങ്കിൽ JEE എക്സാം എങ്ങനെയെങ്കിലും JEE എക്സാം എഴുതി കിട്ടിയാൽ മാത്രമേ നമുക്ക് നല്ലൊരു എന്താ പറയുക, നേരത്തെ പറഞ്ഞ പോലെ മെറിറ്റ് ബേസ്ഡ് സെലക്ഷനാണ്. കാരണം നമുക്കറിയാം 1 മാർക്കിൻ്റെ വ്യത്യാസത്തിലാണ് റാങ്ക് താഴോട്ടും മുകളിലോട്ടും പോകുന്നത്. സോ പല ആളുകളെയും ഭാവിയും അവരുടെ കരിയർ ഓപ്പർച്യൂണിറ്റീസും തീരുമാനിക്കുന്നത് എക്സാംസാണ് ഇതൊക്കെ. സോ അവിടെ നല്ല രീതിയിലുള്ള ഹൈ സെക്യൂരിറ്റി എൻഷുർ ചെയ്യുന്നത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇനി സെക്യൂരിറ്റിയും നല്ല രീതിയിലായിട്ടുള്ള സ്ട്രിക്റ്റായിട്ട് എക്സാം നടത്തുന്നത് ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ടാണ്. അതായത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഈ എക്സാം എന്ന് പറയുന്നത് എല്ലാവർക്കും അത് എഴുതും. ഇപ്പം 1,00,000 സീറ്റ് ഉണ്ടെങ്കിൽ എഴുതുന്ന 1,00,000 പേർക്കും ഫെയർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി
കൊടുക്കാനാണ്. അതാണ് മെയിൻ ലക്ഷ്യം. പിന്നെ ഇനി നമുക്കെല്ലാം എക്സാം തുടങ്ങുന്നതിൻ്റെ 3 മണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ 2 മണിക്കൂർ മുമ്പ് അവിടെ റിപ്പോർട്ട് ചെയ്യണം. നമുക്ക് പല പ്രൊസീജിയേഴ്സ്, സെക്യൂരിറ്റി ചെക്കുണ്ട്, ബയോമെട്രിക്സ് കൊടുക്കാനുണ്ട്, എന്താ പറയുക, നമ്മൾ ID കാർഡായിട്ട് വെരിഫൈ ചെയ്യാനുണ്ട്. ഇനി അവിടെ നിൽക്കുന്ന എക്സാമിന് അവിടെ നിൽക്കുന്ന ആളുകൾക്ക് എത്ര മണിക്കൂർ മുമ്പ് എത്തണം. ഇപ്പം നീറ്റ് എക്സാം ഉച്ചയ്ക്കാണ്, പക്ഷേ അവിടെ ഡ്യൂട്ടിക്ക് നിൽക്കേണ്ട ആളുകൾ രാവിലെ തന്നെ ആ ഒരു സെൻറ്ററിൽ എത്തണം. ആൻഡ് അവരുടെ കാര്യവും അവർക്കും എത്ര കഷ്ടപ്പാടാണ്. ആൻഡ് അവർക്കൊരു ഫോൺ പോലും യൂസ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. യൂസ്ഫുൾ വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. ബൈ.